ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ്. 3Dയിലാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടത്. ആ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. നമുക്കിതിനകത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രീസെറ്റ് ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസുകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ XML ആണെങ്കിൽ മിസ്സിംഗ് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് 21-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതായത് ഈ ഡേറ്റ്, സേവ് ഡേറ്റ്, മാരേജ് ഡേറ്റ്, സ്ഥലങ്ങളെ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് 3Dയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഫോണിൻ്റെ റാം കുറവാണെങ്കിൽ ഇത് കുറച്ച് ലാഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിതിങ്ങനെ 3Dയിലോട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഇത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞുതരാം. ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്നുണ്ടല്ലോ, ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിനകത്ത് ഈ 3 യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ, ഈ യെല്ലോ ലെയറാണ് സേവ് ഡേറ്റ്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ ഈ 3 യെല്ലോ ലെയർ, അവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് 3 സെക്കൻഡ് 33 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടെ വെഡ്ഡിങ് സെറമണിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. അല്ല എങ്കിൽ മിസ്സിംഗ് ഫോണ്ടെന്നാണ് എഴുതി കാണിക്കുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്ഥലമാണ് എഡിറ്റ് ചെയ്യേണ്ടത്. 7 സെക്കൻഡ് 39 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന സ്ഥലത്ത് അന്വേഷണം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഈ ഫുള്ളായിട്ടുള്ള പാർട്ട് കാണാൻ സാധിക്കും. ഇവിടെ യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം പേര് മാറ്റിയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ മനോജ് എന്ന് ഒരു പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് ഗേളിൻ്റെ ഫോട്ടോ പേര് കൊടുക്കേണ്ട സ്ഥലമാണ് അടുത്ത പാർട്ടിൽ. ഓരോ ബീറ്റ് മാർക്ക്, ഓരോ റെഡ് ലൈനകത്ത് സ്ഥലമാണ് എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ. നെക്സ്റ്റ് റെഡ് ലൈൻ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ദിവ്യ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ യെല്ലോ ലെയർ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ നെക്സ്റ്റ് ആളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. ഇപ്പോൾ 2 പേരും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്തതിന് ശേഷം നെക്സ്റ്റ് 17 സെക്കൻഡ് 34 മില്ലി സെക്കൻഡിന് ശേഷം വരുന്നിടത്ത് നമ്മളിവിടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഡ്രാഗ് ചെയ്യുന്നത് ഫോട്ടോയുടെ ലെയർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഫോട്ടോയുടെ ലെയർ ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഫോട്ടോ മാത്രം റിമൂവ് ആകുമ്പോൾ ആ ലെയറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. അത് നമുക്ക് അവസാനം പറഞ്ഞുതരാം. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് നോക്കുക. ഫോട്ടോ വരേണ്ട സ്ഥലങ്ങൾ 17 സെക്കൻഡ് 34 മില്ലി സെക്കൻഡാണ്. അത് ഞാൻ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്ഥലം 26 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ്. ഇവിടെ നമ്മൾ ഓൺ ഫ്രൈഡേ 21 ഫെബ്രുവരി 2025 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ യെല്ലോ ലെയർ 2 കാണുന്നുണ്ടല്ലോ, ഫസ്റ്റത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം ഓൺ ഫ്രൈഡേ എന്ന് മാറ്റിയ ശേഷം വെഡ്ഡിങ് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഡേറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. 21 ഫെബ്രുവരിന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫോൺ ഡൗൺലോഡ് ചെയ്യുക, അത്തരം മാത്രം ചെയ്യുക. അടുത്ത സ്ഥലത്ത് നമുക്ക്
മുഹൂർത്തം സമയമൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അതിനായിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് 30 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഇവിടെ മുഹൂർത്തം 10 AM to 11 AM കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ താഴെ എഡിറ്റ് ചെയ്യേണ്ട യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റിന് 3 ലെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് എഡിറ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ കോട്ടയം എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അമ്പലം എന്ന് വെച്ചാൽ അമ്പലം കൊടുക്കുക, അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ പള്ളി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ടൈം കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ടൈമും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ വെച്ചാൽ ഇത്രയും മാത്രം ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യാനകത്ത് ഗാലറി ചില്ലെന്നാണ്. ഇവിടെ നമ്മൾ സേവ് ഡേറ്റിൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ HD ക്വാളിറ്റിയിലൊരു ഫോട്ടോ മാത്രം 2 പേര് നിൽക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ഓൺ ആക്കിയിരിക്കണം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് ഇത് PNG ഫോട്ടോ ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആയിട്ട് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അതിനുശേഷം അത് സേവ് ചെയ്യും. ഈ ഫോട്ടോ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് എടുത്തിട്ട് ടൈം നോക്കുക. 17 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഇവിടെ ഫോട്ടോയുടെ ലെയർ മുമ്പ് പറഞ്ഞല്ലോ, അതിനായിട്ട് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയുടെ ലെയർ ആണെന്ന് അറിയാൻ വേണ്ടി ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഗാലറി ചില്ലെന്നകത്ത് ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് കൊടുക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോയുടെ എൻഡ് എത്തിയ ശേഷം, അതായത് ഈ ഫോട്ടോയുടെ എൻഡില്ലേ, എൻഡ് എത്തിയ ശേഷം നമുക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എൻഡ് എത്തിയ ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. ബാക്ക് അടിച്ച ശേഷം ബാക്ക് അടിച്ചിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ് കാണുന്ന രീതിയിൽ, ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി സ്റ്റാർട്ട് വെച്ച ശേഷം കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് വെക്കുക. സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഫോട്ടോയും വീഡിയോയും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. 2 ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ ആരും പോലെ. ഇനി നമുക്ക് HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യുന്ന എങ്ങനെ പറഞ്ഞു തരാം. അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിന് റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതേ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസിനകത്ത് ഫുൾ HD എന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.